ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു എയർ ഡ്രോപ്പ് ആയിട്ടാണ്. സോ എയർ ഡ്രോപ്പ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും ഫുള്ളായിട്ട് തന്നെ കാണണം. പ്രത്യേകിച്ചും സ്വീ നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള എയർ ഡ്രോപ്പ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണുക. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. സോ നമ്മളിന്ന് നോക്കുന്നത് ടീ ബുക്ക് എന്ന പ്രൊജക്റ്റിൻ്റെ വൈസ്കോർ റിവാർഡ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. സോ ആദ്യം ടീ ബുക്ക് എന്താണെന്ന് പറയാം. സ്വീ നെറ്റ്വർക്ക് ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ടീ ബുക്ക്. ഇനിഷ്യലി ടീ ബുക്ക് ടോൺ എക്കോസിസ്റ്റത്തിൽ നിന്നുമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ സ്വീ നെറ്റ്വർക്കിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വീ ഫൗണ്ടേഷൻ ഇവർക്ക് 5 മില്യണോളം ഫണ്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ടീ ബുക്ക് എന്നത് ഡിജിറ്റൽ വർക്ക് ഫോഴ്സിന് വേണ്ടിയുള്ള സ്റ്റേബിൾ ഫൈ ലെയർ ആണ്. കൂടാതെ ഇതൊരു ഇൻസെൻറ്റീവ് ലെയർ കൂടിയാണ്. സോ സ്റ്റേബിൾ ഫൈ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ വർക്കേഴ്സിന് വേണ്ടി, അതായത് ഫ്രീലാൻസേഴ്സ്, ക്രിയേറ്റേഴ്സ്, ഏജൻറ്റ്സ്, ഇങ്ങനെയുള്ള ഡിജിറ്റൽ വർക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്റ്റേബിൾ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് സിസ്റ്റം കൊണ്ടുവരിക എന്നതാണ് സ്റ്റേബിൾ ഫൈ ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇൻസെൻറ്റീവ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് എയർ ഡ്രോപ്പ് ചെയ്യുന്നവർ ഇനിയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ റിയൽ കോൺട്രിബ്യൂട്ടേഴ്സിനും ജെനുവിൻ ആക്റ്റീവ് യൂസേഴ്സിനും വേണ്ടി റിവാർഡ് ചെയ്യുന്ന ഒരു ഫെയർ സിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. വൈസ്കോർ എന്ന ഒരു സ്പെഷ്യൽ കൺസെപ്റ്റാണ് ഇവരുടെ ഇതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. സോ വൈസ്കോർ ബേസിക്കലി ഒരു ഓൺ ചെയിൻ റെപ്യൂട്ടേഷൻ സിസ്റ്റം ആണ്. നിങ്ങളുടെ ഓൺ ചെയിൻ ആക്ടിവിറ്റിക്ക് അനുസരിച്ചും സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ അനുസരിച്ചിട്ടും വൈസ്കോർ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഈ വൈസ്കോർ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലെവൽസും അപ്പാവുന്നതായിരിക്കും. ഇതിനനുസരിച്ചിട്ടുള്ള സോൾ ബൗണ്ട് ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും, അതായത് SBTs. അപ്പോൾ ഈ SBTs ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് ഈ ഒരു SBTs അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ എയർ ഡ്രോപ്സിൻ്റെ എലിജിബിലിറ്റി ഒക്കെ ഡിസൈഡ് ചെയ്യുക. സോ അതേപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് ഡിസ്കോഡും ട്വിറ്ററും ഒക്കെ അനുസരിച്ചിട്ട് അതിലെല്ലാം നിങ്ങൾ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും SBTസും നിങ്ങൾക്ക് ലഭിക്കുക. സോ നിങ്ങൾ തംബ്നെയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ചെയ്യുന്നവരെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും കാണുക എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ടീ ബുക്കിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ റിയൽ കോൺട്രിബ്യൂട്ടേഴ്സിനെയും ജെനുവിൻ ആക്റ്റീവ് യൂസേഴ്സിനെയും കണ്ടുപിടിച്ച് അവർക്ക് റിവാർഡ് നൽകുക എന്നതാണെന്ന്. സോ അതിനു വേണ്ടിയാണ് അവർ ഈ ഒരു വൈസ്കോർ സിസ്റ്റം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വൈസ്കോർ എന്ന് പറയുന്നത് തന്നെ ടീ ബുക്ക് എയർ ഡ്രോപ്പിന് വേണ്ടി മാത്രമല്ല അവർ കൊണ്ടുവന്നിരിക്കുന്നത്, എല്ലാ പ്രൊജക്ട്സുകൾക്കും റിയൽ കോൺട്രിബ്യൂട്ടേഴ്സിനെയും ജെനുവിൻ യൂസേഴ്സിനെയൊക്കെ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ മേ ബി സ്വീ എക്കോസിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്ന, അതായത് ഇനി വരുന്ന എല്ലാ പ്രൊജക്ട്സിൻ്റെയും എയർ ഡ്രോപ്പുകൾ ഈ ഒരു വൈസ്കോർ മുഖ്യ ഘടകമാക്കിക്കൊണ്ടായിരിക്കും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നമുക്കിനി കാണാനായിട്ട് സാധിക്കുക. സോ ഇതൊക്കെ ഫ്യൂച്ചറിൽ മേ ബി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഹ്യൂമൻ പാസ്പോർട്ട് സ്കോറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ചില എയർ ഡ്രോപ്സിന് ഈ ഒരു ഹ്യൂമൻ പാസ്പോർട്ട് സ്കോർ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതേപോലെ തന്നെ ആയിരിക്കും ചില പ്രൊജക്ട്സുകൾക്ക് ഇനി ഈ ഒരു വൈസ്കോറും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ആയിട്ട് മേ ബി അവർ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്വീ നെറ്റ്വർക്കിൽ മാത്രമല്ല EVM ചെയിനിലും അതേപോലെ തന്നെ സോഷ്യൽ ഹാൻഡിൽസ് കണക്ട് ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സിലും ഇങ്ങനൊരു വൈസ്കോർ സിസ്റ്റം നമുക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പം ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരേണ്ട കാര്യങ്ങളാണ്. മേ ബി ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരിക എന്നതാണ് എൻ്റെയും ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി അവർ സ്വീ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇവർ ചെയ്യുന്നത്. സോ സ്വീ നെറ്റ്വർക്കിലെ തന്നെ കുറച്ച് പ്രോജക്ട്സ് ഇവരുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് വൈസ്കോറിൽ അവർ പാർട്ട്ണറാക്കിക്കൊണ്ട് ക്വസ്റ്റ് പേജിലൊക്കെ അവരുടെ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. മേ ബി ഈ പ്രൊജക്ട്സുകളിലൊക്കെ ഫ്യൂച്ചറിൽ വൈസ്കോർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വന്നേക്കാം. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഹ്യൂമൻ പാസ്പോർട്ടിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ അതൊരു ക്രൈറ്റീരിയ മാത്രമായിരുന്നു. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 20 സ്കോർ ഉണ്ടെങ്കിലേ എലിജിബിൾ ആകൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ക്രൈറ്റീരിയ പറയും. പക്ഷേ ഇവിടെ വൈസ്കോറിൻ്റെ കേസിൽ അങ്ങനെയല്ല. നിങ്ങളുടെ എയർ ഡ്രോപ്പ് റിവാർഡ് കൂട്ടാനും നിങ്ങളെ ഇത് സഹായിക്കുന്നതായിരിക്കും എന്നാണ് അവരുടെ ഡോക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈസ്കോറിലെ ലെവൽസും ഉണ്ട്, അതിനനുസരിച്ചിട്ട് SBTs ലഭിക്കും എന്നുള്ളത്. സോ ലെവൽസ് കൂടുന്തോറും റിവാർഡ്സ് കൂടുതലായിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റീസും വളരെയധികം കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ടീ ബുക്ക് പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങുക. അതേപോലെ തന്നെ വൈസ്കോർ കൂട്ടാനും നിങ്ങൾ ശ്രമിക്കുക. സോ നിങ്ങൾ വൈസ്കോർ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നിങ്ങളുടെ റിവാർഡ്സും കൂടാനുള്ള ചാൻസ് ഉണ്ടാവും.
സോ ഇപ്പോൾ ചില പ്രോജക്ട്സിലൊന്നും ഇങ്ങനെ ഇല്ലെങ്കിലും ഒട്ടുമിക്ക പ്രോജക്ട്സിലും ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരു വൈസ്കോ സിസ്റ്റത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു അറിവുമില്ല. ബട്ട് സ്റ്റിൽ മാക്സിമം നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് പെർഫോം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചറിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ അന്നത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സോ ഇപ്പം തന്നെ അത് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ നമ്മളിപ്പം നിലവിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫേസിലാണ്. സോ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യുന്നോ നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്ക് സ്കോർ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. സോ ഇപ്പം തന്നെ നിങ്ങളിത് ചെയ്യാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടീ ബുക്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് SBTC ക്ലെയിം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നിങ്ങൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അത് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം. സോ ഓൾറെഡി ഈ ഒരു എയർ ഡ്രോപ്പ് ചെയ്തവരാണെങ്കിലും ഈ ഒരു വീഡിയോ ഒന്നുകൂടെ കാണേണ്ടതാണ്. കാരണം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക. എന്തെങ്കിലും ഒരു കാര്യം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കണം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങളിവിടെ വാലറ്റ് കണക്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇവിടെ സുയി വാലറ്റ് ആയിരിക്കും, കണക്ട് സുയി വാലറ്റ് എന്നായിരിക്കും ഇവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ EVM വാലറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് സുയി വെച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ EVM വാലറ്റ് ലിങ്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഓൾറെഡി വേറൊരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊരു രീതി കാണിക്കും. മേ ബി നേരത്തെ ഞാൻ ടീ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇനി അതല്ലെങ്കിൽ സുയി ആദ്യം കണക്ട് ആക്കിയിട്ട് EVM കണക്ട് ആക്കിയത് കൊണ്ടാണോ എന്നും ഉള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. സ്റ്റിൽ എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്. സോ അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ പല അക്കൗണ്ട്സിലും ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്കി, അവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി മേ ബി സുയി ആദ്യം കണക്ട് ചെയ്തിട്ടായിരിക്കും EVM പിന്നീട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ കാണിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം EVM വെച്ച് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ബിക്കോസ് EVM വാലറ്റ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്താൽ ആ ഒരു EVM വാലറ്റ് നിങ്ങൾക്ക് പിന്നെ യാതൊരു രീതിയിലും ഡിസ്കണക്ട് ചെയ്യാനോ മെർജ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. പക്ഷേ നിങ്ങൾ മറ്റേതൊരു വാലറ്റ് അല്ലെങ്കിൽ ഏതൊരു അക്കൗണ്ട് നിങ്ങൾ കണക്ട് ചെയ്താലും അത് നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഡിസ്കണക്ട് ചെയ്യാം. സോ നിങ്ങൾ ആദ്യം EVM വാലറ്റ് വെച്ച് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി ഈ ഒരു എയർ ഡ്രോപ്പ് നേരത്തെ ചെയ്തിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പുതിയ വാലറ്റ് EVMോ സുയിയോ ഒക്കെ പുതിയൊരു വാലറ്റാണ് നിങ്ങൾ കണക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ പണ്ട് മുതലേ നിങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നവരാണ്, EVM സുയിയുടെ ഒക്കെ ഒരു വാലറ്റ് പണ്ട് പോലെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓൾഡ് വാലറ്റ് തന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അവിടെ വൈസ്കോർ കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ കാലപ്പഴക്കം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ വൈസ്കോർ കൂടുതലായിട്ട് ലഭിക്കും. നിങ്ങളൊരു ന്യൂ അക്കൗണ്ട് കണക്ട് ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഓൾഡ് അക്കൗണ്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ സുയിയുടെ കാണാനായിട്ട് സാധിക്കും. സോ അവിടെ നിങ്ങൾക്ക് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. സോ കണക്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ OKXോ മെറ്റാമാസ്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കാണിക്കും, നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി സുയി വെച്ച് ഓപ്പൺ ചെയ്തവർ പിന്നീട് EVM കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റാതെ വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഫൈൽ എടുത്തിട്ട് അവിടെ നിങ്ങൾ ഇൻസെൻറ്റീവ് ഫുഡ് പ്രിന്റ് എന്നോ ഇൻസെൻറ്റീവ് പാസ്പോർട്ട് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങളവിടെ അതെടുക്കുക. ദെൻ അവിടെ എഡിറ്റ് ഐഡൻറ്റിറ്റി അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു അറ്റസ്റ്റേഷൻ നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഡിസ്കണക്ട് സുയി വാലറ്റ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ EVM ഒഴിച്ചിട്ടുള്ള എല്ലാ വാലറ്റും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളവിടെ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് നിങ്ങൾ EVM വാലറ്റ് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മെയിൻ വാലറ്റ് കൊണ്ട് തന്നെ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളത് കണക്റ്റ് ആക്കാവൂ. ഇനി നമ്മൾ നേരെ തിരിച്ച് ടീ ബുക്കിൻ്റെ സൈറ്റിലേക്ക് പോവാം. ഇനി നമുക്കിവിടെ സുയി വാലറ്റ് കണക്ട് ചെയ്യാം. കണക്ട് സുയി വാലറ്റ് ടു വൈസ്കോർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ അവിടെ നിങ്ങൾ സുയി വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് OKXോ സുയി വാലറ്റോ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് അവിടെ സ്ലഷ് വാലറ്റ് കണക്ട് ചെയ്യുക. സോ OKX ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള SBTC ക്ലെയിം ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫീ നിങ്ങൾക്ക് അവിടെ പോകുന്നതായിരിക്കും. സോ സ്ലഷ് വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ചേ ഫീ പോവുള്ളൂ. 0.000 സംതിങ് മാത്രമേ നിങ്ങൾക്ക് പോവുള്ളൂ.
പക്ഷെ എന്നിരുന്നാലും 0.14 സുയി നിങ്ങൾ ഹോൾഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എറർ എന്നായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണിക്കുക. സോ അത് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളൊരു എമൗണ്ട് നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്യുക. ദെൻ നിങ്ങളവിടെ സ്ലഷ് വാലറ്റ് കൊടുക്കുക. ഇനി സ്ലഷ് ഇല്ലാത്തവർക്ക് സ്ലഷിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ക്രോം വെബ് സ്റ്റോറിലേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങൾ ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ദെൻ നിങ്ങളവിടെ ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. ഒന്നെങ്കിൽ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു OKXൻ്റെ തന്നെ ഏതെങ്കിലും ഒരു വാലറ്റ് നിങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ OKXൻ്റെ പാസ് ഫ്രേസ് വെച്ച് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് സൈറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതാ ഇവിടെ സ്ലഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ലഷ് നിങ്ങൾ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളവിടെ ആ ഒരു വാലറ്റ് കണക്ട് ചെയ്യാം. ദെൻ സൈൻ ഇനും കൂടെ ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കണം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് പാസ്പോർട്ട് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ക്രൈറ്റീരിയ ആയിട്ട് എല്ലായിടത്തും കാണുക. സോ ഇതിനനുസരിച്ചിട്ടായിരിക്കും റിവാർഡ്സും കിട്ടുക. ഓക്കെ, ദെൻ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ ടെലിഗ്രാം കണക്ട് ചെയ്യാനൊക്കെ കാണിക്കും. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടേക്കാം, നമുക്കത് പിന്നീട് ചെയ്യാം. ഓക്കെ, ഇനി അവിടെ വൈസ് ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ എൻ്റെത് ഇവിടെ 20K ആണ് സ്കോർ കാണുന്നത്. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടേത് കാണാം. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്കോറിനനുസരിച്ചുള്ള SBTC ക്ലെയിം ചെയ്യാനുള്ളതായിട്ട് കാണിക്കും. ലെവൽ 1 ലെവൽ 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലെവൽസ് കാണാം. സോ എനിക്ക് 20K ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലെവൽ 2 എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളവിടെ ലെവൽ 1ഉം ലെവൽ 2ഉം ക്ലെയിം ചെയ്യേണ്ടതാണ്. അപ്പോൾ ചെറിയൊരു സുയി മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ക്ലെയിം ചെയ്യാം. സോ ഞാൻ ഇപ്പം ക്ലെയിം ചെയ്ത് ലെവൽ 2 ആണ്. ഇതേപോലെ ലെവൽ 1ഉം ഞാനിവിടെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോർ കൂടുന്നതിനനുസരിച്ചിട്ട് ലെവൽസും അൺലോക്ക് ആവുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതെല്ലാം ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ബൂസ്റ്റർ ഫോർ യു എന്നുള്ളൊരു ഇടത്ത് നിങ്ങൾക്ക് അവിടെ ഷോ മോർ എന്ന് പറഞ്ഞ് കാണുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്കോർ കാണാനായിട്ട് സാധിക്കും. അതായത് വെൽ സ്കോർ, ഐഡൻറ്റിറ്റി സ്കോർ, സോഷ്യൽ സ്കോർ, ഇങ്ങനെയുള്ള സ്കോർസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ ഹാൻഡിൽസ് ഒക്കെ താഴേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങളുടെ എല്ലാ സോഷ്യൽ ഹാൻഡിൽസും എല്ലാ സോഷ്യൽ അക്കൗണ്ട്സും നിങ്ങൾ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് മെയിൻ പേജിലേക്ക് തന്നെ പോകാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വൈസ് അഡാപ്റ്റ് എന്നൊരു ഡിസ്കോഡ് റോൾ ഇവിടെ ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് ഇവിടെ VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരുടെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെരിഫൈ കാണാനായിട്ട് സാധിക്കും. വെരിഫൈ വൈസ് സ്കോർ എന്ന ചാനൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വൈസ് സ്കോർ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് ചെയ്യുമ്പോൾ വെരിഫൈ വൈസ് സ്കോർ നിങ്ങൾ അവിടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ വൈസ് അഡാപ്റ്റ് എന്ന ഡിസ്കോഡ് റോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 20K എങ്കിലും വൈസ് സ്കോർ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ലെവൽ 2 SBT ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ലെവൽ 2 SBTയും കൂടെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കണം. അവിടെ പറയുന്നുണ്ട് ഹോൾഡ് വൈസ് അഡാപ്റ്റ് SBT എന്ന് പറഞ്ഞിട്ട്, അതായത് ലെവൽ 2 SBT നിങ്ങളവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കോഡ് റോള് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അതിൽ കയറി എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ഹിയർ ടു വെരിഫൈ യുവർ വൈസ് സ്കോർ ആൻഡ് ക്ലെയിം യുവർ റോൾ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓതറൈസേഷൻ വരും. ദെൻ നിങ്ങളവിടെ ജസ്റ്റ് ഓതറൈസ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ഡിസ്കോഡിലേക്ക് തന്നെ പോകാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് VIP ചാനൽ ഓപ്പൺ ആയിട്ട് കാണാം. അപ്പോൾ ആ ഒരു ചാനൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ബുക്കർ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ VIP ചാനലായിരിക്കും നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആവുക. സോ റോൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ചാനലാണിത്. അപ്പോൾ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് നോക്കുക നിങ്ങളിവിടെ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഇൻഫർമേഷൻസ് വരാൻ നേരത്ത് ആ ഒരു റോൾ ക്രെഡിറ്റ് ആയി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ വൈസ് അഡാപ്റ്റ് എന്നും പറഞ്ഞായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നേരെ ആ ഒരു സൈറ്റിലേക്ക്, നമ്മുടെ ആ ഒരു ടി ബുക്കിൻ്റെ സൈറ്റിലേക്ക് വരാം. അപ്പോൾ അതാ എനിക്കിവിടെ 50K വൈസ് സ്കോറാണ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ലെവൽ 3 അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെവൽ 3 SBTC ക്ലെയിം ചെയ്യുകയാണ്. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ ടാസ്കുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ടെലഗ്രാം അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടെലഗ്രാം ഒക്കെ ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബോട്ട് ഓപ്പൺ ചെയ്യാം. സോ അവിടെയും നിങ്ങൾക്ക് കുറേ ടാസ്കുകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഒരു ബോട്ടിൽ. സോ അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിൽ നിന്നും മാക്സിമം ഈ ഒരു വൈസ് സ്കോർ നിങ്ങൾക്ക് നേടാവുന്നതാണ്. സോ മാക്സിമം എല്ലാ ടാസ്കുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രൊജക്റ്റുകളുടെ ക്യാമ്പയിൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി ടാസ്കുകളാണ് അതെല്ലാം. അപ്പോൾ നിങ്ങളതെല്ലാം തന്നെ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊജക്ട്സുകളുടെയും ഫ്യൂച്ചർ എയർ ഡ്രോപ്പ് റിവാർഡ്സിലൊക്കെ നമുക്ക് ഈ ഒരു വൈ സ്കോർ വേണ്ടി വരുമായിരിക്കും. സോ നിങ്ങൾ മാക്സിമം ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾ വൈ സ്കോർ കൂട്ടാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ടാസ്കുകളുണ്ട്. ഈ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നായിട്ട് ചെയ്തു വരിക. പിന്നെ അതേപോലെ സിമ്പിൾ ടാസ്കുകളായ ട്വിറ്റർ ഫോളോ ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ടാസ്കുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ഇതും നിങ്ങളവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു വൈ സ്കോർ കൂട്ടാനായിട്ട് തന്നെ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു സ്കോർ കൂടുന്നോ അത്രത്തോളം നിങ്ങളുടെ റിവാർഡ്സും നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി സ്റ്റേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടീ ബുക്ക് പ്രോജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ആ ഒരു ഡൗട്ട്സ് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നേരമായിട്ട് ബൈ ഗായ്സ്.